ഹലോ. മലയാള സിനിമയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ച് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ അതുല്യ പ്രതിഭയാണ് സംയുക്ത വർമ്മ. 1999 വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ അവർ 3 വർഷത്തിനുള്ളിൽ 18 ചിത്രങ്ങളിൽ മാത്രമാണ് അഭിനയിച്ചതെങ്കിലും 2 തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന തന്റെ ആദ്യ ചിത്രത്തിലെ പ്രകടനത്തിനു തന്നെ സംയുക്ത മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കി. അടുത്ത വർഷം ചെയ്ത മഴ, മധുര നൊമ്പരക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലെ അഭിനയത്തിന് വീണ്ടും മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് സംയുക്തയെ തേടിയെത്തി. സ്വയംവരപ്പന്തൽ, കുബേരൻ, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, നരിമാൻ, തെങ്കാശിപട്ടണം തുടങ്ങിയവ സംയുക്തയുടെ ശ്രദ്ധേയമായ സിനിമകളാണ്. 2002 പ്രശസ്ത നടൻ ബിജു മേനോനുമായുള്ള വിവാഹശേഷം സിനിമയിൽ സജീവമല്ലെങ്കിലും യോഗയിൽ അതീവ തൽപരയാണ് സംയുക്ത. യോഗയിലൂടെ തന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്നതിനൊപ്പം യോഗയിൽ കൂടുതൽ പഠനങ്ങളും നടത്തുന്നു. അടുത്തിടെ ധന്യവർമ്മയുമായി നടത്തിയ ഇന്റർവ്യൂവിൽ സംയുക്ത യോഗയെക്കുറിച്ചും അവരുടെ ഫാമിലിയെക്കുറിച്ചും ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെക്കുറിച്ചുമൊക്കെ മനോഹരമായി സംസാരിച്ചു. യോഗയിലുള്ള അവഗാഹം മൂലമാകാം തികച്ചും പ്രശാന്ത സുന്ദരമായ സംസാരം. പ്രണയത്തേക്കാൾ ദാമ്പത്യത്തിലെ പക്വതയ്ക്കും പരസ്പര ധാരണയ്ക്കുമാണ് താൻ ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എന്ന നിലപാടാണ് സംയുക്തക്ക്. അവർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട ഒരു യോഗ ഇൻസ്ട്രക്ടറാണ്. യോഗ ഒരു വ്യായാമമല്ല, അതൊരു ജീവിത രീതിയാണ്. അത് ശരീരത്തിനെയും മനസ്സിനെയും ശ്വാസത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ യാത്രയാണ്. മൈസൂരിലെ പ്രശസ്തമായ യോഗശാലയിൽ നിന്നാണ് സംയുക്ത അഷ്ടാംഗ യോഗയിൽ ഉപരിപഠനം നടത്തിയത്. കഠിനമായ പരിശീലനത്തിലൂടെയാണ് അവർ ഇതിൽ അന്താരാഷ്ട്ര ടീച്ചിങ് സർട്ടിഫിക്കറ്റ് നേടിയത്. യോഗയിലൂടെ മനസ്സിനെ ഒരു പോയിന്റിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജീവിതത്തിലെ പ്രതിസന്ധികളെയും മാനസിക സമ്മർദ്ദങ്ങളെയും ശാന്തതയോടെ നേരിടാൻ യോഗ സഹായിക്കുന്നു. യോഗയിലെ ശ്വസനക്രിയകൾ ശരീരത്തിലെ ഊർജ്ജനില വർദ്ധിപ്പിക്കുമെന്നും ശരിയായ ശ്വസനം രക്തയോട്ടം കൂട്ടാനും അവയവങ്ങളുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കുമെന്നും സംയുക്ത ചൂണ്ടിക്കാട്ടി. ശരിയായ യോഗ പരിശീലനത്തിലൂടെ ശരീരത്തിന്റെ വഴക്കവും യൗവനവും നിലനിർത്താം. ഇത് നമുക്ക് സംയുക്തയെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമാകും. ഈ 40കളിലും അവരുടെ ചുറിയൂർക്കും സംസാരവുമെല്ലാം അതിന് ഉദാഹരണമാണ്. പുലർച്ചെയുള്ള യോഗ പരിശീലനങ്ങൾക്കും മൈസൂരിലെ പഠനത്തിനും ഭർത്താവ് ബിജു മേനോൻ നൽകുന്ന പിന്തുണ അവർ എടുത്തു പറഞ്ഞു. കഠിനമായ യോഗ പരിശീലനത്തിന് അനുയോജ്യമായ ലളിതവും സാത്വികവുമായ ഭക്ഷണ രീതിയാണ് അവർ പിന്തുടരുന്നത്. ശരീരത്തിന് കഠിനമായ ഫ്ലെക്സിബിലിറ്റിയും കരുത്തും നൽകുന്ന അഷ്ടാംഗ യോഗയെക്കുറിച്ചും തലച്ചോറിലേക്കുള്ള രക്തയോട്ടവും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്ന ശീർഷാസനത്തെക്കുറിച്ചും ശ്വസനക്രിയകളിലൂടെ ശരീരത്തിലെ ഓക്സിജന്റെ അളവ് കൂട്ടുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്ന പ്രാണായാമത്തെക്കുറിച്ചും പേശികൾക്ക് ഉണർവ് നൽകുന്ന സൂര്യ നമസ്കാരത്തെക്കുറിച്ചുമെല്ലാം സംയുക്ത വാചാലയായി. പ്രണയത്തേക്കാൾ ദാമ്പത്യത്തിൽ പരസ്പരമുള്ള ബഹുമാനത്തിനും സ്വാതന്ത്ര്യത്തിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്ന് സംയുക്ത വ്യക്തമാക്കി. സിനിമാ തിരക്കുകൾക്കിടയിലും കുടുംബത്തിന്റെ സ്വകാര്യതയ്ക്കും സമാധാനത്തിനും ഇരുവരും വലിയ പ്രാധാന്യം നൽകുന്നു. സിനിമയിലേക്ക് വീണ്ടും വരുന്നതിനെക്കുറിച്ചും അതിന് ഭർത്താവ് നൽകുന്ന പൂർണ്ണ പിന്തുണയെക്കുറിച്ചും സംയുക്ത പറഞ്ഞു. ദമ്പതികൾക്ക് ഏക മകനാണ് ദക്ഷ്. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം.